ഹലോ. ഖത്തറിലെ ലുസൈ ബൊളിവാർഡിൽ റംദാനോടനുബന്ധിച്ച് ഫാമിലീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ആ ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫെസ്റ്റിവലിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ജെ4 ജേനിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർച്ച് 1 മുതൽ 29 വരെയാണ് കേട്ടോ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. വൈകിട്ട് 8 മുതൽ 1 മണി വരെയാണ് ഫെസ്റ്റിവലിലെ ടൈം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് ആണ് പോയത്. ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പക്ഷെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമറ്റും നല്ലതായിരുന്നു. അത് കാരണം ചുമ്മാ അങ്ങനെ അതികൂടെയൊക്കെ നടക്കാനായിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് അതികൂടെ കുറെ നേരം നടന്നു കേട്ടോ. പിന്നെ കുറെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ഹെന്ന കൗണ്ടറുകൾ, പിന്നെ ആക്ടിവിറ്റി കൗണ്ടറുകൾ, ഫുഡ് കൗണ്ടറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഫുഡ് കൗണ്ടറുകൾ. അപ്പൊ അത് 8 മണി കഴിയുമ്പോഴാണ് എല്ലാ കൗണ്ടറുകളും ഓപ്പൺ ആവുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം ചുമ്മാ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്. അങ്ങനെ മ്യൂസിക് പെർഫോമൻസസും അതിനോടനുബന്ധിച്ചുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തായാലും നല്ലൊരു എക്സൈറ്റ്മെന്റും എന്റർടൈൻമെന്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അവരുടെ കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എന്തായാലും ജോക്കും ആൾട്ടിയും ഭയങ്കരമായിട്ട് ഹാപ്പി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു ആക്ടിവിറ്റി ഏരിയയിലാണ് വന്നത്. ഇത് കുട്ടികളുടെ ആക്ടിവിറ്റി ഏരിയയാണ്. അവർക്ക് ക്രാഫ്റ്റ് മേക്കിംഗ്, പെയിന്റിങ്, കളറിങ് ഇത് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്ന പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവർ നമുക്ക് തരും. ചെയ്തു കഴിഞ്ഞാൽ ഐറ്റം നമുക്ക് തന്നയക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ക്രാഫ്റ്റിങ്ങും പെയിന്റിങ്ങും കളറിങ്ങും ഒക്കെ അറിയുന്ന കുട്ടികൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കമ്പാരിറ്റീവ്ലി നേരത്തെ എത്തിയ കാരണമാണ് കേട്ടോ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അത് കാരണം എല്ലായിടത്തും വളരെ ഈസി ആയിട്ട് പോകാനും കാണാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അടുത്തത് ഞങ്ങൾ പോയത് കുട്ടികളുടെ ടോയ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ മുഴുവൻ നിറയെ ബബിൾസിന്റെ ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നിറയെ ബബിൾസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ ചുമ്മാ ബബിൾസ് ഒക്കെ തട്ടി തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ചുമ്മാ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു റൈഡിങ് ടോയ് ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ജോക്കുനും മാൾട്ടിക്കും ഇത് കണ്ടപ്പോൾ തൊട്ട് ഇതുമ്പോൾ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു.
അങ്ങനെ ആദ്യം ജോക്കാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തത്. അതിനുശേഷം പിന്നെ മാൾട്ടി ട്രൈ ചെയ്തു. രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തിരക്ക് കുറവായതുകൊണ്ട് ഇവർക്ക് ഇത്രയും റൈഡിങ് ടോയ് ഒക്കെ അവിടെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ഈസി ആയിട്ട് എല്ലാം അവിടുത്തെ അത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജോക്കും മാളൂട്ടിയും ഒറ്റയ്ക്കും ഒരുമിച്ചും ഒക്കെ റൈഡിങ് ടോയ് നല്ല പോലെ എൻജോയ് ചെയ്തു. അവസാന ടൈം കഴിഞ്ഞപ്പോൾ മാളൂട്ടിക്ക് വീണ്ടും ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വിഷമമായിരുന്നു. അപ്പോൾ മാൾട്ടിയുടെ വിഷമം കണ്ടപ്പോൾ അവിടെയുള്ള ഗൈഡ് മാൾട്ടിനെ ഒരു റൗണ്ട് ചുമ്മാ അവിടെ ഒന്ന് റൗണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. അത് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും, പിന്നെ അത് മൂവ് ആവില്ല. അപ്പം അത് കാരണമാണ് കേട്ടോ ഗൈഡ് മാൾട്ടീനെ ഒരു റൗണ്ട് ഇതുപോലെ അവിടെ റൈഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതോടുകൂടി മാളൂട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ഗൈഡിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ടോയ്സിൻ്റെ ഷോപ്പുകളുള്ളത്. അപ്പോൾ ദേ ഇതുപോലത്തെ ഒരുപാട് ടോയ്സുകൾ അവിടെ കണ്ടു. അപ്പോൾ ജോക്കുനും മാൾട്ടിക്ക് അത് കണ്ടിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നണില്ല കേട്ടോ. മാൾട്ടി ഇതേ ഓരോ ടോയ്സൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ മാളൂട്ടി ടോയ്സ് ഒക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ആ ഷോപ്പിലെ ആൾ ഇങ്ങനെ ബബിൾസിൻ്റെ ടോയ്സ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഏരിയയിൽ മുഴുവൻ നിറയെ ബബിൾസ് ആയിരുന്നു. അപ്പം ഞാനും ജോക്കും കൂടിയിട്ട് ആ ബബിൾസൊക്കെ തട്ടി കളിക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഷോപ്പിൻ്റെ ഓണർ ഇവർക്ക് രണ്ടുപേർക്കും ആ ബബിൾസിൻ്റെ ടോയ് കളിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അത് മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പം ഞാനും അവരെ കൂടെ കൂടി ആ ബബിൾസൊക്കെ തട്ടി കളിച്ച് അങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് ആ ഓർമ്മകളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ചില സമയത്ത് നമ്മളും കുട്ടികളാവുന്നു. അപ്പം അങ്ങനെ ഒരു ഫീലായിട്ട് എനിക്ക് ശരിക്കും ഉണ്ടായത്. അങ്ങനെ ഫെസ്റ്റിവലൊക്കെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജോക്കുനും മാൾട്ടിക്ക് വീട്ടിൽ പോകണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ല കേട്ടോ. അടുത്തത് എങ്ങോട്ട് പോകും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ചെറിയ കാര്യങ്ങളായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ലുസൈ ബൊളിവാർഡിലെ ഫെസ്റ്റിവൽ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഖത്തറിലുള്ളവരാണെങ്കിൽ കുട്ടികളെയും കൊണ്ടുവന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആവുന്ന സന്തോഷമാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് വഴി അറിയിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.